ഇന്നത്തെ നമ്മുടെ ക്ലാസ് കമ്പനി അക്കൗണ്ട്സിലെ കൈൻഡ്സ് ഓഫ് കമ്പനി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പനി എന്താണെന്നും കമ്പനിയുടെ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ തന്നെ കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈൻഡ്സ് ഓഫ് കമ്പനി. എത്ര തരത്തിലുള്ള കമ്പനീസ് നിലവിൽ ഉണ്ട്. സോ നമുക്ക് കമ്പനിയെ നമുക്ക് മെയിൻലി 3 കാറ്റഗറിയിലേക്ക് മാറ്റാൻ സാധിക്കാം. നമുക്ക് മെയിൻലി 3 കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാം, കമ്പനിയെ മാറ്റാം. ആദ്യത്തേത് കമ്പനീസ് വിച്ച് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എങ്ങനെയൊക്കെ കമ്പനീസിന് എന്ത് ചെയ്യാം, മാറ്റാം. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിയെ തരംതിരിക്കാം. രണ്ടാമത്തേത് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, അതായത് കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എത്രത്തോളമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, താരതമ്യപ്പെടുത്താം. മൂന്നാമത്തേത് ഗവൺമെൻറ് കൺട്രോൾ. ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ എത്രത്തോളം കമ്പനീസിൽ വരുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിയെ താരതമ്യപ്പെടുത്താം. So we could mainly classify companies on the basis of incorporation, on the basis of liability, on the basis of government control. Okay. Ini on the basis of incorporation. ഇൻകോർപ്പറേഷൻ്റെ ബേസിസിൽ നമുക്ക് 4 കാറ്റഗറിയാണ് വരുന്നത്, അല്ലെങ്കിൽ 4 ടൈപ്സ് ഓഫ് കമ്പനീസാണ് വരുന്നത്. 1 ചാർട്ടേഡ് കമ്പനി, 2 സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, 3 രജിസ്റ്റേർഡ് കമ്പനി, 4 ഫോറിൻ കമ്പനി. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട്, അല്ലെങ്കിൽ 4 ടൈപ്സ് ആയിട്ടാണ് ഏതിൽ വരുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ വരുന്നത്. അപ്പം വാട്ട് ഡു യു മീൻ ബൈ എ ചാർട്ടേഡ് കമ്പനി? ഒരു ചാർട്ടേഡ് കമ്പനി അല്ലെങ്കിൽ ചാർട്ടേഡ് കമ്പനി, ചാർട്ടേഡ് അല്ല ചാർട്ടേഡ് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ചാർട്ടേഡ് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിച്ച് ഹാസ് ബീൻ ഫോംഡ് ബൈ കിങ് ആൻഡ് ക്യൂൻ വിത്ത് എ ചാർട്ടേഡ് പാസ്. അതായത് പണ്ട് കാലത്ത് കിങ് ആൻഡ് ക്യൂൻ, രാജാവും രാജ്ഞിയും കൂടി ചേർന്നിട്ട് ഒരു ചാർട്ടേഡ് പാസിലൂടെ ഒരു കമ്പനി നിർമ്മിക്കുകയാണെങ്കിൽ, ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള കമ്പനീസിന് നമ്മൾ വിളിക്കുന്ന പേരാണിത് ചാർട്ടേഡ് കമ്പനി. അറ്റ് പ്രസൻറ്റ് ദീസ് കമ്പനീസ് ഡു നോട്ട് എക്സിസ്റ്റ്. നിലവിൽ ഇങ്ങനെയുള്ള കമ്പനീസ് ഇപ്പോൾ നിലവിൽ ഇല്ല. ഓക്കെ, ദീസ് കമ്പനി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് ചാർട്ടേഡ് കമ്പനീസിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് 1 ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ, ഇങ്ങനെയുള്ള കമ്പനീസാണ് ഏത് ചാർട്ടേഡ് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ചാർട്ടേഡ് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിങ്ങും ക്യൂനും കൂടി ചാർട്ടേഡ് ആക്ട് പാസ്സാക്കുന്നതിലൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അറ്റ് പ്രസൻറ്റിൽ ഇങ്ങനെയുള്ള കമ്പനീസ് എക്സിസ്റ്റിങ്ങിലില്ല. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഏതൊക്കെയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ എന്നുള്ള കമ്പനീസാണ്. ഓക്കെ, ഇനി സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഓക്കെ, ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി? സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആർ ദോസ് കമ്പനീസ് പാസ്ഡ് അണ്ടർ ദ ആക്ട് ഓഫ് പാർലമെൻറ്റ്. എന്താണ്? പാർലമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു ആക്ട് പാസ് ചെയ്തുകൊണ്ട്
ആ ആക്ട് പാസ്സാവുന്നതോടുകൂടിയാണ് നമ്മൾ ഏത് ഫോമിലേക്ക് വരുന്നത്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഫോർ ക്രിയേറ്റിംഗ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ബൈ പാസിംഗ് ആൻ ആക്ട് അണ്ടർ പാർലമെൻറ്റ്. പാർലമെൻറ്റിലൂടെ ഒരു ആക്ട് പാസ് ചെയ്യുന്നത് കൂടെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അതിനുണ്ടായിരിക്കും. സോ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നൊരു കമ്പനി, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ LIC ആക്ട് 1956. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് 1956 പ്രകാരമുള്ള ആ ഒരു ആക്ട് ഏത് പാർലമെൻറ്റിലൂടെ പാസ്സാക്കിയതിന് ശേഷമാണ്, അതായത് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി ലോ പാസ്സാക്കിയതിന് ശേഷമാണ് നമുക്ക് ഏത് വന്നിട്ടുള്ളത്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് രജിസ്റ്റേർഡ് കമ്പനി. ഒരു രജിസ്റ്റേർഡ് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിച്ച് ഹാസ് ബീൻ രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 1956 or Companies Act 2013. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ എനി അതർ ആക്ട് ഓഫ് കമ്പനി, അതായത് കമ്പനീസ് ആക്ട് മറ്റേതെങ്കിലും ബിഫോർ 1882 നമ്മളുടെ കമ്പനീസ് ആക്ട് 1956 വരുന്നതിന് മുന്നേ നമുക്കുണ്ടായിരുന്നത് 1882 ആയിരുന്നു. അപ്പം 1882 മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ 1956 മുന്നേ ആയിട്ട് മറ്റ് ഏതെങ്കിലും കമ്പനീസ് ആക്ട് ഉണ്ടെങ്കിൽ ആ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസാണ് ഇത് രജിസ്റ്റേർഡ് കമ്പനി. സോ വിച്ച് മീൻസ് ദാറ്റ് രജിസ്റ്റേർഡ് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് either it should be registered under Companies Act 1956. അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ആക്ട് പ്രകാരമായിരിക്കണം, കമ്പനീസ് ആക്ട് 2013. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ബിഫോർ ഏത് കമ്പനീസ് ആക്ട് 1882 ഓർ 1956 ഇത് പ്രകാരമുള്ള ഏതെങ്കിലും ഒരു കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ രജിസ്റ്റേർഡ് കമ്പനി, ഈ കമ്പനി ഇത് പ്രകാരമാണ്, അത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനീസിനെയാണ് രജിസ്റ്റേർഡ് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, this is as per section 2 clause 20 of Companies Act. കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 2 clause 20 പ്രകാരം പറഞ്ഞതാണ് രജിസ്റ്റേർഡ് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോറിൻ കമ്പനി ദോസ് കമ്പനി ദയർ ഇൻകോർപ്പറേഷൻ ഈസ് ഡൺ ഇൻ ഫോറിൻ, അതായത് ഇവരുടെ ഇൻകോർപ്പറേഷൻ എവിടെയായിരിക്കണം നടന്നിട്ടുണ്ടാവേണ്ടത്, ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം നടന്നിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയുന്ന അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ്, നമ്മളുടെ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയിൽ നമുക്ക് കമ്പനീസിനെ വീണ്ടും എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയിൽ there are two types. രണ്ട് ടൈപ്സ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന് അൺലിമിറ്റഡ് കമ്പനീസ്, രണ്ട് ലിമിറ്റഡ് കമ്പനീസ്. ഇനി limited companies can again be classified into two. ലിമിറ്റഡ് കമ്പനീസ് നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം രണ്ടെണ്ണമായിട്ട്. അതായത് ഒന്ന് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, മറ്റൊന്ന്
ലിമിറ്റഡ് ബൈ ഷെയർ. ലിമിറ്റഡ് ബൈ ഷെയർ. ഓക്കെ, അപ്പം ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ദെൻ ലിമിറ്റഡ് ബൈ ഷെയർ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ കമ്പനീസ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ലിമിറ്റഡ് കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ അൺലിമിറ്റഡ് കമ്പനീസും ഉണ്ട്. അപ്പം അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം there will be no limit on the liability of its members. അതായത് അൺലിമിറ്റഡ് കമ്പനീസിൻ്റെ മെമ്പേഴ്സ് എത്രത്തോളം ഉണ്ടോ ആ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്തായിരിക്കില്ല, ലിമിറ്റഡ് ആയിരിക്കില്ല, ഇറ്റ് വിൽ ബി അൺലിമിറ്റഡ്. അതായത് ഒരു കമ്പനിയിൽ 7 മെമ്പേഴ്സാണ് മിനിമം എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 7 മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ 7 മെമ്പേഴ്സിൻ്റെ ഈവൻ പേഴ്സണൽ പ്രോപ്പർട്ടീസ് വരെ എന്ത് ചെയ്യേണ്ടതുണ്ടാവാം, ഡെപ്റ്റ് പേ ഓഫ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നേക്കാം. അതായത് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത്, കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്, ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കമ്പനിക്ക് എന്തെങ്കിലും ഡെപ്റ്റ് ഉണ്ടെങ്കിൽ, കടമുണ്ടെങ്കിൽ, കമ്പനിയുടെ ലിക്വിഡേറ്റേഴ്സ് വന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം ഏത് സാലമൺ വേഴ്സസ് സാലമൺ ആൻഡ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ അതിൽ ലിക്വിഡേറ്റേഴ്സ് വന്നിട്ട് ലിക്വിഡേറ്റേഴ്സ് എന്ത് ചെയ്തു, അസറ്റ്സിൻ്റെ വാല്യൂ എടുത്തു, എന്നിട്ട് ക്രെഡിറ്റേഴ്സിനെ പേ ഓഫ് ചെയ്യാൻ നിന്നു. അപ്പം അറ്റ് ദാറ്റ് ടൈം അവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ പേ ഓഫ് ചെയ്യുക, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ് പേ ഓഫ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ആ ഡെപ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഉപയോഗിച്ചതിന് ശേഷവും പിന്നെയും ഡെപ്റ്റ് പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ഡെപ്റ്റ് ക്ലിയർ ഓഫ് ചെയ്യാൻ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് വരെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉപയോഗിക്കാനാണ്. അങ്ങനത്തെ കമ്പനീസിനാണ് നമ്മൾ അൺലിമിറ്റഡ് കമ്പനീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ അൺലിമിറ്റഡ് കമ്പനീസിൻ്റെ അവിടെ കാണാൻ സാധിക്കും. ദാറ്റ് മീൻസ് when the company's property is not sufficient to pay off its debts, കമ്പനിയുടെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നില്ല, അതിന് ഡെപ്റ്റ് പേ ഓഫ് ചെയ്യാൻ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ the private property of its members can be used for the purpose. പ്രൈവറ്റ് പ്രോപ്പർട്ടി, മെമ്പേഴ്സിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും, യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് അൺലിമിറ്റഡ് കമ്പനി. ഓക്കെ, അൺലിമിറ്റഡ് കമ്പനി. ഇനി നെക്സ്റ്റ്, ലിമിറ്റഡ് ബൈ or limited company. So limited companies can be classified into limited by guarantee and limited by share. Limited by guarantee ഉണ്ട്, limited by share ഉണ്ട്. ഓക്കെ, limited by guarantee ഉണ്ട്, limited by share ഉണ്ട്. ഓക്കെ, so in case of limited by guarantee ആണെങ്കിൽ, limited by guarantee ആണെങ്കിൽ ഇവിടെ നമ്മളുടെ മെമ്പേഴ്സിൻ്റെ പ്രിവിലേജ്, അതായത് അവിടെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ പ്രിവിലേജ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൻ്റെ മുകളിൽ യാതൊരു രീതിയിലുള്ള ഇമ്പാക്റ്റും എന്തില്ല, വരുന്നില്ല. അവർക്ക് യാതൊരു രീതിയിലുള്ള ഇമ്പാക്റ്റും ഇവിടെ വരില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൻ്റെ മുകളിൽ വരുന്നതല്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ട്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് എന്തുണ്ട്, ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാനുള്ളത് ബാധ്യത മെമ്പേഴ്സിനുണ്ട്. ഓക്കെ, ബട്ട് ദിസ് ലയബിലിറ്റി, അതായത് ഈ മെമ്പേഴ്സിൻ്റെ ഈ ലയബിലിറ്റി എന്തായിരിക്കും,
ലിമിറ്റഡ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ലിമിറ്റഡ് അപ് ടു എ certain guaranteed amount. മെമ്പേഴ്സ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടായിരിക്കും, certain എമൗണ്ട് ഉണ്ടായിരിക്കും. ആ certain എമൗണ്ടിൻ്റെ വരെ ഉള്ള ലയബിലിറ്റി അല്ലെങ്കിൽ ഡെപ്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെമ്പേഴ്സ് സെറ്റ് ഓഫ് ചെയ്യുള്ളൂ. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലയബിലിറ്റി എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്? വൈൻഡിങ് അപ്പ്, അറ്റ് ദ അറൈസിങ് ഓൺലി അറ്റ് ദ പീരിയഡ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ ടൈം പീരീഡിൽ മാത്രമാണെങ്കിൽ, അതായത് കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത്, വിൽ അറൈസ് ഓൺലി ഇൻ ദ ഇവൻ്റ് ഓഫ് ഇറ്റ്സ് വൈൻഡിങ് അപ്പ്. കമ്പനി അടച്ചു പൂട്ടുന്ന സിറ്റുവേഷനിലാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡെപ്റ്റ് അറൈസ് ചെയ്യുന്നതെങ്കിൽ, ആ ഒരു സമയത്ത് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, മെമ്പേഴ്സ് ലയബിലിറ്റി പേ ഓഫ് ചെയ്യുള്ളൂ. അത് പേ ഓഫ് ചെയ്യുന്നതും എങ്ങനെയായിരിക്കും, ആ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മെമ്പേഴ്സ് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ഉണ്ടായിരിക്കും, ആ എമൗണ്ടിന് തുല്യമായിട്ടുള്ള രീതിയിലായിരിക്കും. ആ എമൗണ്ടിൻ്റെ മുകളിലേക്ക് എന്തായാലും പോകുന്നതല്ല. പക്ഷെ ആ സിറ്റുവേഷൻ ഓർത്ത് വെക്കുക. സിറ്റുവേഷൻ എപ്പോഴും ഏത് സമയത്താണ്? ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. ഓക്കെ. ഇനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്ന സമയത്ത്, ലിമിറ്റഡ് ബൈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻസിലേക്ക് പോകാം. ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന സമയത്ത് നമുക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷനിലും കൂടി പോകാം. അതായത് ഷെയർസ് ലിമിറ്റ് ചെയ്യുന്ന സമയത്ത്, ലിമിറ്റഡ് ബൈ ഷെയർസ്, അതായത് ലയബിലിറ്റി വിച്ച് ഈസ് ബീൻ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന സമയത്ത് നമുക്കിവിടെ രണ്ട് സെക്ഷൻ കൂടി പറയാം. ഒന്ന് പ്രൈവറ്റ് കമ്പനിയും ഒന്ന് പബ്ലിക് കമ്പനിയും. പ്രൈവറ്റ് കമ്പനിയും ഒന്ന് പബ്ലിക് കമ്പനി. സോ ആസ് പെർ സെക്ഷൻ 2 clause 68 ആണ് പ്രൈവറ്റ് കമ്പനിയെക്കുറിച്ച് പറയുന്നത്. അൺലിമിറ്റഡ് കമ്പനിയെക്കുറിച്ച് പറയുന്നത് 2 clause 92 ആണ്. ലിമിറ്റഡ് കമ്പനിയെക്കുറിച്ച് പറയുന്നത്, അതായത് ബൈ ഗ്യാരണ്ടി പറയുന്നത് 2 clause 21 ആണ്. ഓക്കെ. ദെൻ ലിമിറ്റഡ് ബൈ ഷെയർസ് 2 clause 22 ആണ്. ജസ്റ്റ് ഫോർ നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ കമ്പനീസ് ആക്ട് പഠിക്കുന്ന സമയത്ത്, അതായത് ഡിഗ്രിയുടെ 3rd and 4th സെമസ്റ്റേഴ്സിൽ നമുക്ക് കോർപ്പറേറ്റ് റെഗുലേഷൻസിനും അതേപോലെ തന്നെ ബിസിനസ് റെഗുലേഷൻ പഠിക്കുന്ന സമയത്തിൽ കോർപ്പറേറ്റ് റെഗുലേഷൻസിൽ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ. അപ്പോൾ എന്നിരുന്നാലും ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞ കാര്യമാണ്. കമ്പനീസ് ആക്ട് പ്രകാരമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാറ്റഗറൈസേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഏത് പ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ലിമിറ്റഡ് ബൈ ഷെയർസ് ചെയ്യുന്ന സമയത്ത് ദർ ആർ പ്രൈവറ്റ് കമ്പനീസ് ആൻഡ് പബ്ലിക് കമ്പനീസ്. അപ്പം ദ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. രണ്ട് കേസസിലും അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണ് ബൈ ദ ഷെയർസ്, ബൈ ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്. എത്രയാണോ ഒരു മെമ്പർ എന്ത് ചെയ്യുന്നത്, ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ആ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ, ആ ഫേസ് വാല്യൂയുടെ എമൗണ്ടിന് തുല്യമായിട്ട് ആയിരിക്കും അവരുടെ ലയബിലിറ്റി എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഫേസ് വാല്യൂ 100 rupees ആണ് ഷെയറിൻ്റെ ഫേസ് വാല്യൂ എങ്കിൽ, ലയബിലിറ്റി വന്നത് 120 rupees ലയബിലിറ്റി ഉണ്ടെങ്കിൽ, മെമ്പറിനെ സംബന്ധിച്ചിടത്തോളം മെമ്പർ എത്ര രൂപയുടെ ലയബിലിറ്റി സഹിച്ചാൽ മതി? 100 rupees ലയബിലിറ്റി മാത്രം മീറ്റ് ചെയ്താൽ മതി. ബാക്കി 20 rupees ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ലിമിറ്റഡ് ബൈ ഷെയർ. ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അത്രത്തോളം എന്ത് ചെയ്താൽ മതി, മീറ്റ് ചെയ്താൽ മതി എന്നുള്ളത്. ഇനി പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും എന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ പറയാനുള്ള കാരണം, ലിമിറ്റഡ് ബൈ ഷെയർ ആണ് രണ്ടിലും വരിക. അപ്പോൾ പ്രൈവറ്റ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ വരാം, പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ വരാം. അപ്പോൾ ഇൻ കേസ് പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ പ്രൈവറ്റ് കമ്പനീസിനെ സംബന്ധിച്ചോളം ദർ ആർ മെയിൻലി 3 restrictions. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം മെയിൻലി എന്തുണ്ട്, 3 restrictions വരുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം ദർ ആർ മെയിൻലി 3 restrictions. എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് എന്ന് നോക്കാം. 3 restrictions. ആരെ സംബന്ധിച്ചോളം? പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം എന്താണ്
3 റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് 3 റെസ്ട്രിക്ഷൻസ് നോക്കാം. ആർ, എൽ, പി. നമുക്കിങ്ങനെ 3 എണ്ണമായിട്ട് പറയാം. ആർ, എൽ, പി. സോ ആർ ഫോർ റെസ്ട്രിക്ഷൻ, എൽ ഫോർ limitation, P for prohibition. Restriction, limitation, prohibition. Restriction വരുന്നത് പ്രൈവറ്റ് കമ്പനീസിൻ്റെ 3 റെസ്ട്രിക്ഷൻ. ആദ്യത്തെ റെസ്ട്രിക്ഷൻ വരുന്നത് ഷെയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ ഉണ്ടായിരുന്നു കമ്പനീസിന്. കമ്പനിക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആയിരുന്നു. പക്ഷേ ഇത് പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം ട്രാൻസ്ഫറിറ്റി ഓഫ് ഷെയർ വിത്ത് ദ കൺസെൻറ്റ് നിർബന്ധമാണ്. വിത്ത് ദ കൺസെൻറ്റ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് മസ്റ്റ്. ഓക്കെ. അതേസമയം പബ്ലിക് കമ്പനിക്കാണെങ്കിൽ ഇതിൻ്റെ കൺസെൻറ്റ് ആവശ്യമില്ല, ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്താണ്? ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ലിമിറ്റേഷൻ. എന്താണ് ലിമിറ്റേഷൻ? പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം മാക്സിമം 200 മെമ്പേഴ്സേ പാടുള്ളൂ. മാക്സിമം എത്രയാണ്? 200 മെമ്പേഴ്സേ പാടുള്ളൂ. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം മാക്സിമം നമ്പേഴ്സ് അൺലിമിറ്റഡ് ആണ്, ഇൻഫിനിറ്റ് ആണ്. ദെൻ പ്രൊഹിബിഷൻ. ഒന്നിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്? പബ്ലിക് ഇഷ്യൂ. നോ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂസ് ഏതിലില്ല? പ്രൈവറ്റ് കമ്പനിയിൽ ഇല്ല. പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് അതുപോലെ മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഷെയറിൻ്റെ ഇഷ്യൂ വരുന്നുള്ളൂ. ഓക്കെ. സോ ദീസ് ആർ ഓർ സച്ച് കമ്പനി ഈസ് നോൺ ആസ് പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. ഇനി ഞാൻ പറഞ്ഞു പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ഈ 3 റെസ്ട്രിക്ഷൻസ് എന്തല്ല, ബാധകമല്ല. ദാറ്റ് മീൻസ് പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചോളം പബ്ലിക് കമ്പനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന 3 റെസ്ട്രിക്ഷൻസ് പോസിബിൾ അല്ല. ദർ ആർ നോ സച്ച് റെസ്ട്രിക്ഷൻസ്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, നോ സച്ച് റെസ്ട്രിക്ഷൻസ്. അത് ഈ പറഞ്ഞിരിക്കുന്ന 3 റെസ്ട്രിക്ഷൻസ് എന്തല്ല, ഇല്ല പബ്ലിക് കമ്പനിക്ക്. അതായത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഉണ്ട്, മാക്സിമം എത്രയും ആവാം, മിനിമം എത്ര വേണം? 7 വേണം. അതേപോലെ തന്നെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ. ഇനി മറ്റൊരു ഫാക്ടർ പറയാനുള്ളത് പബ്ലിക് കമ്പനീസ് മേ ബി ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഓർ അൺലിസ്റ്റഡ്. അതായത് പബ്ലിക് കമ്പനി ഒന്നുകിൽ ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആവാം, അല്ലെങ്കിൽ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയും ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വിച്ച് ഹാസ് ബീൻ ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചേഴ്സ് ഓർ വിച്ച് ഹാസ് നോട്ട് ബീൻ ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചേഴ്സ് എന്നുള്ള രീതിയിൽ. ഇത്രയുമാണ് നമുക്ക് ഏതിൻ്റെ ബേസിസിൽ പറയാനുള്ളത്? ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയിൽ പറയാനുള്ളത്. സോ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയിൽ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയിൽ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഇത് രണ്ടും ഇറ്റ് കംസ് കോമൺലി അണ്ടർ ഏത്? ലിമിറ്റഡ് കമ്പനിയുടെ ബേസിസിൽ. പിന്നെ വരുന്നത് അൺലിമിറ്റഡ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ലിമിറ്റഡ് ബൈ ഷെയർസ്. ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ അണ്ടറിൽ നമുക്ക് പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്തു. ഓക്കെ. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് പബ്ലിക് ഇൻവോൾവ്മെൻറ്റ്, ഞാൻ ഈ പബ്ലിക് ഇൻവോൾവ്മെൻറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാനും പറയുകയാണ് ഏത്? ഓൺ ദ ബേസിസ് ഓഫ് ഗവൺമെൻറ് കൺട്രോൾ. സോ ഗവൺമെൻറ് കൺട്രോളിൻ്റെ അണ്ടറിൽ ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ഓഫ് ഗവൺമെൻറ് കൺട്രോളിൻ്റെ അണ്ടറിൽ നമുക്ക് ഏതൊക്കെ വരും? ഒന്ന് പ്രൈവറ്റ് കമ്പനി വരും. അതായത് അവിടെ മെയിനായിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം തന്നെ. പിന്നെ വരുന്നത് പ്രൈവറ്റ് കമ്പനി restricts the rights to transfer of its shares. A private company must have at least 2 persons except in case of 1 person company. പറയാം 1 person company എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ നമ്പർ ഓഫ് ലിമിറ്റ് എത്രയാണ്? 200 ആണ്, എക്സ്ക്ലൂഡിങ് ഇറ്റ്സ് എംപ്ലോയീസ്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്ന ഏതൊക്കെയാണ്? റിലയൻസ്, ടാറ്റ, ഇൻഫോസിസ്, അതുപോലെ തന്നെ ഇൻഫോസിസ് ഒക്കെ പ്രൈവറ്റ് കമ്പനീസാണ്. പബ്ലിക് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി ഓർ എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ സബ്സിഡറി ഓഫ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി ആവരുത് ഒന്ന്. രണ്ടാമത്തേത് പ്രൈവറ്റ് കമ്പനിയുടെ സബ്സിഡറിയും ആവരുത്. അതല്ലാത്തത് എന്താണ്? പബ്ലിക് കമ്പനിയാണ്.
അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഏത് പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചോളം പബ്ലിക് കമ്പനിക്ക് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഉണ്ട്, അവിടെ മാക്സിമം ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഇന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം. ഇനി ഗവൺമെൻറ് കമ്പനിയെ സംബന്ധിച്ചോളം ഗവൺമെൻറ് കമ്പനിയെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് കമ്പനിയെ സംബന്ധിച്ചോളം ഒന്നുകിൽ ഗവൺമെൻറ് കമ്പനിയുടെ കൺട്രോള് ഒന്നുകിൽ ആരുടെ കയ്യിലായിരിക്കണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, അതും അല്ലെങ്കിൽ സെൻട്രൽ പ്ലസ് സ്റ്റേറ്റ്. അതായത് ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ 51% ഓഫ് ഷെയർസ് വേണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ 51% ഓഫ് ഷെയർസ് വേണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും രണ്ടാളും കൂടെ കൂടിയിട്ട് എത്ര വേണം, 51% ഓഫ് ഷെയർസ് വേണം. ഓക്കെ, ഇനി ഒരു ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡറി ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയും ഏത് കമ്പനി തന്നെയാണ്, ഗവൺമെൻറ് കമ്പനി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണ് നോക്കുക, ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് പെട്രോളിയം, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, അതായത് BSNL. ഓക്കെ, ഇത്രയാണ് ഗവൺമെൻറ് കമ്പനീസ്. The next category is one person company. One person company means there will be only a single person. ഒരു സിംഗിൾ പേഴ്സൺ ആണ് ഇതിലുണ്ടാവുക, വൺ പേഴ്സൺ കമ്പനിയിൽ ഉണ്ടാവുക. നോർമലി ചോദിക്കുന്ന വാട്ട് ഡു യു മീൻ ബൈ OPC, വൺ പേഴ്സൺ company. So it is as per section 2 clause 62 പ്രകാരം ആണ് Companies Act 2013 പ്രകാരം one person company means a company which has only one person as a member, ഒരാൾ മാത്രമാണ് അതിലെ മെമ്പർ. ഓക്കെ, എന്നുള്ളതാണ് വൺ പേഴ്സൺ കമ്പനിയുടെ പ്രത്യേകത. അദ്ദേഹം തന്നെ ആയിരിക്കും അതിൻ്റെ ഡയറക്ടർ. ഓക്കെ, ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ്. ഇത് കൂടാതെ മറ്റ് പല ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഏതിൽ വരുന്നുണ്ട്, കമ്പനീസ് ആക്ട് പ്രകാരം വരുന്നുണ്ട്. സേ ഫോർ പറയുകയാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വൺ പേഴ്സൺ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു ഞാൻ. അത് കൂടാതെ പിന്നെ അസോസിയേറ്റ് കമ്പനി, ഡോർമൻ കമ്പനി, സ്മോൾ കമ്പനി, പിന്നെ പ്രൊഡ്യൂസർ കമ്പനി, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസും വരുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയും ക്ലാസിഫിക്കേഷൻസിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലാസിഫിക്കേഷനിലേക്ക് ചുരുക്കിയിട്ടുള്ളത്. ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഓൾ തിങ്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ ഏതെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലീസ് ഡു ഷെയർ ആൻഡ് ലൈക്ക്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനിയെ കുറിച്ചിട്ടായിരിക്കും. ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ താങ്ക്സ്, സ്റ്റേ സേഫ്.